ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് വരാറ്. ഒന്നെങ്കിൽ ഒരു പോസിറ്റീവ് ഇമേജ്, ഇല്ല നെഗറ്റീവ് ഇമേജ്. എൻ്റെ ഏതോ ഭാഗ്യത്തിൽ ഞാൻ പോസിറ്റീവ് ഇമേജോടെ ഇറങ്ങി. ആൾക്കാർക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഞാൻ നിന്ന രീതി ഇഷ്ടപ്പെട്ടു. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ഒരു ഹേറ്റേഴ്സ് ഉണ്ടാവും. ആ ഹേറ്റേഴ്സ് എനിക്കുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇത്ര സപ്പോർട്ടേഴ്സ്, ഞാനൊരു വൈൽഡ് കാർഡായിട്ട് അവിടെ വരെ വന്നില്ലേ. അപ്പോൾ അത് ഒരു ഫെയിം ഇല്ലാത്ത ഒരാളാണ് വൈൽഡ് കാർഡായിട്ട് വന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ മേലോട്ട് കയറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു വ്യത്യാസം ഫെയിം. ഇപ്പൊ ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര സൗഹൃദമായിട്ട് തിരിച്ചു വന്നിട്ട് അത്ര സൗഹൃദം കീപ്പ് ചെയ്ത ആളുകൾ ഇപ്പോഴുണ്ടാവും? അങ്ങനെ ഇല്ല. ഞാൻ അല്ലാതെ പൂജയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സിബിൻ ചേട്ടനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, സായിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നന്ദനയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഋഷി, അൻസിബ് അവരുമായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും വേറെ ആരും ഇല്ല. ഇപ്പൊ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ ജാസ്മിൻ ഗബ്രി ഇപ്പൊ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. നമ്മുടെ സിജോയായിട്ട് അവിടെ ഞങ്ങൾ അടിയായിരുന്നു, പക്ഷെ സിജോയായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പായി. വേറെ ആരുമില്ല. ഇവരൊക്കെ ഫ്രണ്ട്സായി, അങ്ങനെ ഫ്രണ്ട്സായി. അല്ലാതെ എന്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ആരും പോയിട്ടില്ല. ഇപ്പൊ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ റിയാക്ട് ചെയ്യാം. ചിലപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും വരിക, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയാ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അത് മാറ്റാം, അല്ലെങ്കിൽ ഞാനായിട്ട് ഇരുന്നാൽ പോരാ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല. അതാണ് ഞാൻ അഭിഷേക് ശ്രീകുമാർ എന്ന വ്യക്തി. അതാണ് നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അതാ അഭിഷേക് എന്ന് പറയുന്ന വ്യക്തി അതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലതാണ് അർത്ഥം. അപ്പം ബാക്കി കാര്യങ്ങൾ പക്ഷെ അതേ സമയത്ത് ഞാനെന്ന വ്യക്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നോട് പലരും ചോദിച്ചു, എന്താ ബിഗ് ബോസിനകത്ത് ഞാൻ ഫുൾ ടൈം മറ്റേ ജീൻസും ഷർട്ടും ഇട്ടുണ്ടായിരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും, എങ്ങനെയാണോ ഈ ചൂട് പിടിച്ച ജീൻസ് നീ രാവിലെ തൊട്ട് രാത്രി വരെ ഇടുന്നതെന്നൊക്കെ. എനിക്കത് ഇഷ്ടമാണ്, ഞാൻ ഇട്ടുകൊണ്ടിരുന്നു. ഇറങ്ങിയപ്പോൾ അതിന് കുറേ പേര് സപ്പോർട്ട് ചെയ്തു. നല്ല രീതിയായിരുന്നു, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നു. അഭിഷേക് രാവിലെ കുളിച്ച് റെഡിയായിട്ട് എവിടെ പോകാൻ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം അത് ഞാൻ അങ്ങനെയാണ്. അതേസമയത്ത് ഞാൻ വീട്ടിൽ 3/4 ആയിരിക്കും ഇടുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇത് ഇട്ടാൽ മതിയെന്ന് തോന്നി ഞാൻ ഇട്ടു. അതിന് ശരിയും തെറ്റുകളും ഞാൻ നോക്കിയില്ല. എനിക്ക് അത് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സ് എന്താണോ പറഞ്ഞത് ഞാൻ അതേ ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. ഇപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറി ഏതെങ്കിലും അങ്ങനെ പോയേനെ. എനിക്ക് അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് എനിക്ക് ഇതായാൽ മതി, ഒറ്റ ചിന്ത. അതിനുവേണ്ടി യാത്ര ചെയ്തു, അതിനുവേണ്ടി റിസ്ക് എടുത്തു, അതുകൊണ്ട് ഇവിടെ വരെ വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നും ചിലപ്പോൾ ഇല്ല, ഇപ്പം നമ്മളൊരു സിനിമ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഒത്തിരി ആളുകളെ കാണാറുണ്ട്. അതിപ്പം ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ സിനിമ ചെയ്യണം, നായകനായി വരണം എന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആവാൻ പറ്റാത്ത ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആളുകളെ കാണാറുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ ഫാമിലി ലൈഫ്, നല്ല കുടുംബത്തിനൊക്കെ വേണ്ടാന്ന് വെച്ച് അവർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു പേഴ്സൺ ഞാൻ ഉറപ്പായിട്ടും 5 വർഷം ഇതിന്റെ പുറകെ അടങ്ങിയ ആളാണ്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ എൻ്റെ വീട്, അവിടെ നിന്ന് ഞാൻ ബസ് കയറി നേരെ എറണാകുളം വന്നു. എറണാകുളം വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ മേല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു സിനിമയിൽ ഒരു കോർഡിനേറ്ററിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരാം. അവിടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഏകദേശം 20 പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്.